നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBIയിലേക്ക് മറിയുന്നു. കേന്ദ്ര ഏജൻസികൾ ഇറങ്ങിയാലേ സത്യം പുറത്തേക്ക് വരൂ എന്ന മുറവിളി ശക്തമാകുന്നു. വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിൽ കേരളത്തിൽ വലിയ പൊട്ടിത്തെറി. SIT അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള വിമർശനമാണ് വരുന്നത്. വിശ്വാസി സമൂഹം പ്രതിഷേധത്തിനായി ഇരച്ചിറങ്ങുന്നു. പന്തളത്തുൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കാൻ പോകുകയാണ്. അതായത് സർക്കാരിന് മുന്നിൽ പുതിയ വെല്ലുവിളി ഉയർന്നിരിക്കുന്നു. ശബരിമലയിൽ കേന്ദ്ര അന്വേഷണ സംഘം എത്തണമെന്ന ആവശ്യം മുറുകുമ്പോൾ ഹൈക്കോടതി അനുകൂല നടപടി കൂടി സ്വീകരിച്ചാൽ സർക്കാരിന്റെ CPMന്റെ പിരിവെട്ടും. അന്വേഷണത്തിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ അടുത്ത ദിവസം SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിൽ കോടതി ചോദ്യമുന്നയിക്കും. അന്ന് ഹൈക്കോടതിയിൽ CBI ബോംബ് പൊട്ടുമോ എന്ന് ഭയപ്പെടുകയാണ് ഇപ്പോൾ CPM. വാസുവിനെ എടുത്ത് AKG സെന്ററിന്റെ അട്ടത്ത് വെച്ച് സംരക്ഷിക്കാനും CPMന് കഴിയില്ല. അതുകൊണ്ട് വാസുവിനെ വിട്ടുകൊടുത്തേ മതിയാകൂ. എന്നാൽ എന്തുകൊണ്ട് വാസുവിന്റെ അറസ്റ്റ് വൈകുന്നു എന്നുള്ളതാണ് ചോദ്യം. SITയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ള വ്യാഖ്യാനം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് മുറുകിയാൽ ഇതോടെ CBI എന്ന ഏജൻസിയിലേക്ക് ഹൈക്കോടതി കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. CPMന്റെ പിരിവെട്ടിക്കുന്നതും ഇത് തന്നെയാണ്. CBI കളത്തിലേക്ക് ഇറങ്ങിയാൽ വാസു ഉൾപ്പെടെ കൊള്ളക്കാർ ചോര തുപ്പും. തെരഞ്ഞെടുപ്പിൽ ശബരിമല കാണിച്ച് CPMനെ എടുത്തിട്ട് അമ്മാനമാടും കേന്ദ്ര സംഘം. പക്ഷേ CPM നേതാക്കളെ തൂക്കി അകത്തിടുമെന്ന് ആരും കരുതണ്ട. മുൻപ് പറഞ്ഞതുപോലെ തന്നെ വാസുവിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കും. അതിനപ്പുറത്തേക്ക് പോകില്ല. കാരണം മോദി പിണറായി നീക്കുപോക്കാണ് അതിന് പിന്നിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും കേന്ദ്രത്തെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരു വജ്രായുധമായി ശബരിമല കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയമെടുത്ത് അമ്മാനമാടും. പക്ഷേ പിണറായിയെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു അറസ്റ്റ് അത് കേന്ദ്രവും അതിന് കൂട്ടുനിൽക്കില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടാം തവണയും SIT വാസുവിന് നോട്ടീസ് അയച്ചു. എന്നാൽ സമയം വേണമെന്ന ആവശ്യമാണ് വാസു ഉന്നയിച്ചിരിക്കുന്നത്. വാസുവിനെ പലതും പഠിപ്പിച്ചെടുക്കാൻ കൊടികെട്ടിയ വക്കീലന്മാരെ ഇറക്കിയിട്ടുണ്ട്. ആ ട്രെയിനിങ് ഒന്ന് കഴിഞ്ഞാൽ വാസുവിനെ SITക്ക് വിട്ടുകൊടുക്കും. SITയുടെ നോട്ടീസിന് അസൗകര്യം അറിയിച്ച് വാസു മറുപടി നൽകിയത്. എന്നാൽ സാവകാശം നൽകാനാകില്ല എന്ന് SIT നിലപാട് കടുപ്പിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്നാണ് വാസു താണ് വീണ് കേണ് അപേക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ഇടതു നേതാക്കന്മാരൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴൊക്കെ അവർക്ക് അതുവരെ ഇല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ AC മൊയ്തീനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും ഇതുപോലെ ആരോഗ്യ പ്രശ്നം. ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും CM രവീന്ദ്രനെ വിളിപ്പിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ. ഇത് ആരോഗ്യ പ്രശ്നമല്ല, തടി കേടാകാതിരിക്കാൻ മുൻകരുതലെടുക്കാനുള്ള നീക്കമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധികേന്ദ്രം AKG സെന്റർ എന്ന് പ്രഖ്യാപിച്ചാണ് കേരളത്തിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നത്. N വാസു വെറും വാസു അല്ല, സഖാവ് N വാസുവാണ്. മൂപ്പര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ്. എല്ലാ തെളിവും വാസുവിനെതിരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ SIT തയ്യാറാകാത്തത്? മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള സംവിധാനമാണ് SIT. അതുകൊണ്ടാണ് അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന് വിശ്വാസികൾ കട്ടായം പറയുന്നു. അതായത് SITക്ക് മുകളിൽ പിണറായി വിജയൻ പിടിമുറുക്കിയിട്ടുണ്ട്. കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ജീവനക്കാരിലോ കേസ് ഒതുങ്ങുന്നില്ല. വലിയൊരു ശൃംഖല ഇതിനു പിന്നിലുണ്ട്. ശബരിമലയിലെ സ്വർണം ആകെ കൊള്ള ചെയ്യാനാണ് പദ്ധതിയിട്ടത്. സർക്കാർ സഹായം ഇതിന് പിന്നിൽ ലഭിച്ചിട്ടുണ്ട്. ശബരിമലയെ തകർക്കാൻ അന്തർദേശീയ ഗൂഢാലോചന നടന്നിട്ടുമുണ്ട്. ഇതിന്റെ കണ്ണിയാണ് CPMും സംസ്ഥാന സർക്കാരും. ഇത് പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം തന്നെ വേണം. ശബരിമലയിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കും. 1 കോടി അയ്യപ്പ ഭക്തരുടെ ഒപ്പുകൾ ഇതിനായി സമാഹരിക്കും. 10-ാം തീയതി മുതൽ ഒപ്പ് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 25 ഇടങ്ങളിൽ അയ്യപ്പ സംരക്ഷണ സംഗമം നടത്തുമെന്ന് BJPയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് BJPയും ഇപ്പോൾ കൃത്യമായി കളത്തിലേക്ക് രംഗത്തേക്ക് ഇറങ്ങുന്നു. അതായത് CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെയെങ്കിൽ CBIയെ എത്തിക്കാനുള്ള ഒരു നീക്കം കേന്ദ്രത്തിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് വേണം BJPയുടെ ഈ പ്രതിഷേധത്തിലൂടെ മനസ്സിലാക്കാൻ. ഇതിനിടെ മറ്റ് പല കളികളും പിണറായി വിജയൻ ഇതിനിടയിൽ കൂടി കളിച്ചിട്ടുണ്ട്. അതായത് ശബരിമലയിൽ ജയകുമാറിന്റെ നിയമനത്തിൽ ചില ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു പുറത്തേക്ക് വരുന്നുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ജയകുമാറിനെ പിണറായി വിജയൻ ശബരിമലയിൽ നിയമിച്ചത് എന്നാണ് ഒരു വാദം മുറുകുന്നത്.
ജയകുമാറിന് സംസ്ഥാനത്തിനകത്തും കേന്ദ്രത്തിലും സ്വാധീനമുള്ളതുകൊണ്ട് CBI പോലുള്ള ഏജൻസികൾ അന്വേഷണത്തിന് വന്നാൽ നേരിടാൻ ഒരാൾ വേണം. അതാണ് ജയകുമാർ. IMG ഡയറക്ടർ ജനറൽ പദവിയിൽ K. ജയകുമാറിനെ നിയമിച്ചതിനെതിരെ IAS അസോസിയേഷൻ നൽകിയ കേസിൽ ജയകുമാറിനും സർക്കാരിനുമെതിരായി വിധി വരുമെന്നുറപ്പായപ്പോൾ നിലവിലെ പദവി നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ വെള്ളപൂശിക്കൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയും അതിനു പകരമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി ഉറപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് വിമർശനം ഉയർന്നുവരുന്നത്. ജയകുമാറിന് മറ്റൊരു കുഴപ്പവുമില്ല. സത്യസന്ധനായ നല്ല മനുഷ്യനാണ്. പക്ഷേ മരിക്കുന്നതുവരെ ഉന്നത പദവിയിൽ ഇരിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. ജയകുമാർ അഴിമതി നടത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാൽ തന്റെ ഇടത്തോടെ നട്ടൽ ഉയർത്തിപ്പിടിച്ച് ഉദ്യോഗസ്ഥൻ എന്ന ചുമതല നിറവേറ്റിയിട്ടില്ല. കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനാണ്, അഴിമതിക്കാരനല്ല. ആരെയും വെറുപ്പിക്കാറില്ല. അതൊക്കെയാണ് ഏവരെയും ആകർഷിക്കുന്നത്. വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും വിരമിച്ച ജയകുമാറിനെ പിണറായി വിജയൻ IMG ഡയറക്ടറായി നിയമിക്കുന്നു. IMG എന്നത് ഇവിടുത്തെ IASകാരുടെ ഒരു കേഡർ പോസ്റ്റാണ്. പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണത്. ആ പോസ്റ്റിൽ IASകാരല്ലാതെ റിട്ടയർ ചെയ്തു വരുന്നവരെ നിയമിക്കുന്ന പതിവില്ല. ജേക്കബ് തോമസ് DGP ആയിരുന്നപ്പോൾ ആ പദവിയിൽ സർക്കാർ നിയോഗിച്ചു എന്നോർക്കണം. ആ പദവിയിലേക്ക് ചീഫ് സെക്രട്ടറിയുടെ അതേ ശമ്പളത്തിൽ നിയോഗിക്കുകയാണ് ജയകുമാറിനെ. ഇതിനെതിരെ IAS അസോസിയേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. IAS അസോസിയേഷനും അന്ന് അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന അശോകനും സെക്രട്ടറിയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തിരിക്കുന്നു. IAS കേഡർ പോസ്റ്റിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനെ വെക്കരുത് എന്നതാണ് ആവശ്യം. ഈ കേസ് 2 വർഷമായി പരിഗണനയിലാണ്. നവംബർ മാസത്തിൽ പൂർത്തിയാകും. ഡിസംബറിൽ അതിന്റെ വിധി വരും. അത് K. ജയകുമാറിനും സർക്കാരിനും എതിരാകും. അത്രമാത്രം കൃത്യമായി തന്നെ വിവരങ്ങൾ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരാകട്ടെ തടി തപ്പാൻ വേണ്ടി കോടതിയോട് പറഞ്ഞിരിക്കുന്ന വിശദീകരണം വിചിത്രമാണ്. ഞങ്ങൾ ഡയറക്ടർ ജനറൽ പദവിയിലല്ല നിയമിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഡയറക്ടർ പദവിയിലാണത്രേ. IMGയുടെ ഡയറക്ടർ ജനറൽ എന്ന തസ്തിക ഡയറക്ടർ എന്നാക്കി മാറ്റി പുതിയ തസ്തിക എന്ന നിലയിലാണ് ജയകുമാറിനെ നിയമിച്ചിരിക്കുന്നത്. അതായത് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു നിയമനം കൊടുത്തു. ആ വാദം വിലപ്പോകില്ല എന്നും ആ പദവിയിൽ നിന്നും പുറത്താക്കുമെന്നും ഉറപ്പായപ്പോൾ ജയകുമാർ ബുദ്ധിപൂർവം ഒരു പുതിയ നീക്കം നടത്തി. സർക്കാരിനെ സുഖിപ്പിക്കണം. ശബരിമലയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്റർവ്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുക്കുന്നു. സ്വകാര്യ സംഭാഷണങ്ങളിൽ സർക്കാരിനെയും CPMനെയും നിശിതമായി വിമർശിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ജയകുമാർ. ഇന്ത്യൻ എക്സ്പ്രസിൽ ഇതിനെയെല്ലാം വെള്ളപൂശിക്കൊണ്ട് ഒരു അഭിമുഖം കൊടുക്കുന്നു. ശബരിമലയിലെ കമ്മീഷണർ ആയിരുന്ന ആളാണ്. സർക്കാരിനെയും CPMനെയും വെള്ളപൂശിക്കൊണ്ട് എല്ലാം ശരിയാക്കാം എന്ന അഭിമുഖം കൊടുത്ത് ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്ന പദവിക്ക് പകരം മറ്റൊരു പദവി ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ ഇടത്തിലേക്ക് ചേക്കേറാനുള്ള ജയകുമാറിന്റെ നീക്കത്തിന് പിണറായി വിജയൻ പച്ചക്കൊടി കാണിച്ചത്. മരിക്കുന്നതുവരെ ഉന്നത പദവിയിൽ ഇരിക്കണമെന്ന ആഗ്രഹം ജയകുമാറിന് സാധിച്ചെടുക്കുകയും ചെയ്യാം. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നയാളാണ്, നല്ല സ്നേഹമുള്ള ആളാണ്, ഒരു ശത്രുതയും ആരോടും ഇല്ലാത്ത ആളുമാണ്. പക്ഷേ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ സുഖിപ്പിച്ച് ഒരു കസേര തരപ്പെടുത്തി എടുക്കണം എന്നുള്ള ദുരുദ്ദേശം മാത്രം ജയകുമാറിനുണ്ടായിരുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കൊടുക്കുന്ന ആനുകൂല്യം കൊണ്ട് സർക്കാരിന്റെ മുഖം രക്ഷിച്ചെടുക്കാനും സാധിച്ചു. മുഖം രക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ജയകുമാറിന്റെ നിയമനം. ജയകുമാറിനെ മുന്നിൽ നിർത്തുമ്പോൾ സർക്കാരിന്റെ സൽപ്പേരിനും ഗുണമുണ്ടാകും. ജയകുമാറിനെ കുറ്റപ്പെടുത്താൻ BJPക്കാർക്കും കോൺഗ്രസുകാർക്ക് പോലും കഴിയില്ല. അങ്ങനെ മുഖം രക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ ഒരു നിയമനം. ജയകുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ സൽപ്പേര് കണ്ടാണ് നിയമനമെന്നാണ് ആദ്യം കരുതിയതെങ്കിൽ ഇത് പിണറായി വിജയന്റെ ഒരു കൊട്ടേഷൻ തന്നെയാണ്. കെണിയാണ് എന്ന് ചില ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിച്ചപ്പോഴാണ് ഇതിന്റെ എല്ലാം കൃത്യമായ ഒരു വിവരം പുകച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയന്റെ ആ ബുദ്ധി കൊള്ളാം എന്നാണ് ഇപ്പോൾ ഈ ഒരു ചർച്ച പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്നതും. ശബരിമലയിൽ സത്യങ്ങൾ പുറത്തേക്ക് വരണമെങ്കിൽ അത് ഹൈക്കോടതി തന്നെ വിചാരിക്കണം. ഹൈക്കോടതി കൃത്യമായ ഇടപെടൽ ഓരോ നിമിഷവും ഈ വിഷയത്തിൽ നടത്തണം. അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് CBI വന്നാലും ഇതിൽ വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. SIT ആണെങ്കിൽ പിണറായിയുടെ കക്ഷത്തിരിക്കുന്ന ഏജൻസിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
Podcast.